ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഠാക്കൂർ കാ കുവ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഠാക്കൂർ കെ കുവേ പർ കോൺ ചढ़ने देगा, ഗംഗി ക്യൂ ഇസ് പ്രകാർ സോച്തി ഹെ. അതായത് ഠാക്കൂറിന്റെ കിണറിന്റെ അവിടെ കയറാൻ ആരാണ് അനുവദിക്കുക, ഗംഗി പ്രകാരം ചിന്തിക്കുന്നത് എന്തുകൊണ്ട്. ഗംഗി കാ യ പ്രശ്ന ഉസ് സമയ സമാജ് മേ പ്രചലിത് ജാതി പാന്തി കി ഓർ. ആ ഓറിന്റെ മുകളില് ഒരു വരയുള്ളൂ കേട്ടോ. ഓർ ഡയറക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്ന, ആ ഓറാണ്. संकेत करता है जाति प्रथा के चलते उच्च लोग निम्न लोगों को अछूत मानते हैं. അതായത് ഗംഗിയുടെ ഈ വാക്കുകൾ അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ജാതി പ്രഥയാണ് സൂചിപ്പിക്കുന്നത്. ജാതി പ്രഥ കാരണം ഉയർന്ന വർഗക്കാർ താഴ്ന്ന വർഗക്കാരെ അച്ഛൂത്ത് എന്ന് വെച്ചാൽ തൊട്ടുകൂടാൻ പാടില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. यहाँ ठाकुर उच्च जाति के है और गंगी निम्न जाति की है. നിമ്ന് എന്നാണ് കേട്ടോ. ഗംഗി താഴ്ന്ന ജാതിയിലെയും ഠാക്കൂർ ഉയർന്ന ജാതിയിലെയുമാണ്. निम्न जाति के लोगों को ठाकुर के कुएं से पानी भरने की अनुमति नहीं है. അപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്നും വെള്ളം നിറയ്ക്കാനുള്ള പെർമിഷൻ ഇല്ല, അനുമതി പെർമിഷൻ. इसी समस्या के कारण उत्पन्न गंगी की विवशता यहाँ स्पष्ट दिखाई पड़ती है. അപ്പോൾ ഈ പ്രശ്നം കാരണം ഗംഗയ്ക്ക് ഉണ്ടാകുന്ന വിവശത ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. खराब पानी पीने से बीमारी बढ़ जाएगी. पानी के खराब होने के क्या क्या कारण हो सकते हैं. അപ്പോൾ ഈ ചീത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അസുഖം കൂടും എന്ന് ഗംഗി പറയുന്നുണ്ട്. ഈ വെള്ളം ചീത്തയാവാനായിട്ട് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം. पानी में से बहुत गंदी बदबू आ रही थी. इसका मतलब है कि कुएं में कोई जानवर गिरकर मर गया होगा. വെള്ളത്തിൽ നിന്നും വളരെ ചീത്ത സ്മെല്ലാണ് വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കിണറ്റില് ഏതെങ്കിലും ജീവികള് വീണ് ചത്തിട്ടുണ്ടാവും. അതായിരിക്കാം വെള്ളം ചീത്തയാവാനുള്ള കാരണം. नेक्स्ट क्वेश्चन, मैदानी बहादुरी का तो अब ना जमाना रहा है ना मौका. कानूनी बहादुरी की बातें हो रही है. इसका मतलब क्या है. അതായത് തടിമിടുക്കിന്റെ കാലം കഴിഞ്ഞു, അവസരവുമില്ല, നിയമയുദ്ധത്തിന്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്. पहले समाज के ऊंचे लोग अपने शारीरिक बल से अपना कार्य किया करते थे, लेकिन अब वे अफसरों को रिश्वत खिलाकर कानून को अपने अनुकूल कर लेते हैं और इसके जरिए गरीबों को परास्त करते हैं. इस कथन का यही तात्पर्य है. അതായത് പണ്ട് ഈ ഉയർന്ന ജാതിക്കാര് തങ്ങളുടെ ആ ശാരീരിക ബലം ഉപയോഗിച്ചാണ് താഴ്ന്ന ജാതിക്കാരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിപ്പിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ അവര് ഓഫീസേഴ്സിന് റിഷ്വത്ത്, അതായത് കൈക്കൂലി കൊടുത്തിട്ട് നിയമങ്ങളെ വരുതിയിൽ വരുത്താണ് ചെയ്യുന്നത്. അതായത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും. എന്നിട്ട് അത് ഉപയോഗിച്ച് ഈ താഴ്ന്ന ജാതിക്കാരെ തോൽപ്പിക്കാനായിട്ട്, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ വാക്കുകളുടെ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, गंगी दबे पांव कुएं की जगत पर चढ़ी. विजय का ऐसा अनुभव उसे पहले न हुआ था. गंगी को ऐसा अनुभव क्यों हुआ होगा. ഗംഗി ആ ഠാക്കൂറിന്റെ കുവയുടെ ജഗത്തില് കയറി നിന്നു. അപ്പം ഇതുപോലെ ഒരു വിജയിച്ചതിന്റെ ഒരു ഫീലിംഗ് ഗംഗയ്ക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. ഗംഗയ്ക്ക് ഇങ്ങനെ തോന്നാനായിട്ടുള്ള കാരണം എന്താണ്. गंगी का मन सामाजिक रीति रिवाजों के विरुद्ध संघर्ष करने वाला है, मगर वह विवश है क्योंकि उच्च वर्ग के लोगों के पास शारीरिक बल और कानूनी बल दोनों है. അതായത് ഗംഗയുടെ മനസ്സ് ഈ സമൂഹത്തിലെ ആചാരങ്ങൾക്കൊക്കെ എതിരെ പ്രതിഷേധിക്കുന്ന ഒന്നാണ്. പക്ഷേ അവൾ നിസ്സഹായയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഉയർന്ന വർഗക്കാരുടെ കയ്യില് ശാരീരിക ബലവുമുണ്ട്, നിയമപരമായിട്ടുള്ള ബലവുമുണ്ട്. ഉൻകാ സാമന കർണ ഗംഗി കെ ബസ് കി ബാത് നഹി ഹെ. അവരെ നേരിടുക എന്നത് ഗംഗയെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. इसलिए चुपके से ही सही वह उच्च वर्ग के लोगों को परास्त करना चाहती है. ഒളിച്ചു പോയിട്ടായാലും
ഈ ഉയർന്ന വർഗക്കാരെ പരാജയപ്പെടുത്തണമെന്ന് ഗംഗി ആഗ്രഹിക്കുന്നുണ്ട്. बीमार जोकू को शुद्ध पानी देना अब उसकी जरूरत है और वह सारे बाधाओं को तोड़कर पानी भरने के लिए जाती है. അപ്പോൾ സുഖമില്ലാതെ ഇരിക്കുന്ന ജോക്കുവിന് ശുദ്ധമായ ജലം കൊടുക്കുക എന്നത് ഇപ്പോൾ ഗംഗയുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവള് എല്ലാ തടസ്സങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വെള്ളം നിറയ്ക്കാനായിട്ട് പോവാണ്. ഉസ്കെ വിചാർ മേ यह समाज के उच्च वर्ग के लोगों पर उसकी विजय है. അപ്പോൾ അവളുടെ ചിന്തയില് ഇത് സമൂഹത്തിലെ ഉയർന്ന വർഗക്കാരുടെ മുകളിൽ അവളുടെ ഒരു വിജയമാണ്. नेक्स्ट क्वेश्चन, शेर का मुंह इससे अधिक भयानक न होगा. यहाँ ठाकुर के दरवाजे की तुलना शेर की मुंह से क्यों की गई है? അതായത് സിംഹത്തിന്റെ വായ ഇതിലും അധികം ഭയാനകമാവില്ല എന്ന് ഗംഗി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഠാക്കൂറിന്റെ വീടിന്റെ വാതിലിനെ സിംഹത്തിന്റെ വായയോട് ഉപമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. शेर के मुंह में पड़ने वाले के मन में बचने की कोई उम्मीद नहीं होगी. സിംഹത്തിന്റെ വായിൽ അകപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും രക്ഷപ്പെടുമെന്നുള്ള ഒരു ഉമ്മീദ്, ഒരു ഹോപ്പ്, പ്രതീക്ഷ ഉണ്ടായിരിക്കില്ല. इसी प्रकार ठाकुर के घर का दरवाजा भी गंगी के लिए उतना ही भयानक है. ഗംഗിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ് ഠാക്കൂറിന്റെ വീടിന്റെ ഡോറ്. क्योंकि अगर वह खुलने पर ठाकुर ने गंगी को देख लिया तो उसकी बचने की कोई उम्मीद नहीं है. ആ ഡോറ് തുറന്നിട്ട് ഠാക്കൂർ ഗംഗിയെ കണ്ടിരുന്നെങ്കിൽ ഗംഗിക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. इसलिए ऐसी तुलना की गई है. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപമിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിലെ ഓരോ പോയിന്റും ഗംഗിയുടെ ഏത് മനോഭാവത്തെയാണ് കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റിൽ കാണിക്കുന്നത് വിവശത മേ ഭി പതി കി സെഹത് കാ ധ്യാൻ രഖ്നെ വാലി മനോഭാവ്. അതായത് നിസ്സഹായമായ അവസ്ഥയിൽ പോലും ഈ തൻ്റെ ഭർത്താവിനെ കെയർ ചെയ്യുന്ന ഒരു മനോഭാവം. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് സാമാജിക് പാബന്ദിയോ കോ തോഡ്കർ പതി കി ജറൂരത്തെ പൂരി കർനെ കാ മനോഭാവ്. അതായത് സമൂഹത്തിന്റെ നിയന്ത്രണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന മനോഭാവം. മൂന്നാമത്തേല് മൻ മേ സാമാജിക് കുരീതിയോ കെ പ്രതി വിദ്രോഹ് ഹോനെ പർ ഭീന്നുണ്ട് കേട്ടോ അവിടെ. അസഹായ് ഹോക്കർ ഖുദ് കോ ബച്ചാനെ കി കോശിഷ്. അതായത് ഈ സമൂഹത്തിലെ എല്ലാ ചീത്ത ആചാരങ്ങൾക്കും പ്രതി വിദ്രോഹമുണ്ടെങ്കിൽ കൂടിയിട്ടും അസഹായമായ അവസ്ഥയിൽ രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന മനോഭാവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ വീണ്ടും 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതിലെ ഓരോ പോയിന്റ്സും ഗംഗിയുടെ എന്ത് ദൃഷ്ടികോൺ, അതായത് പോയിന്റ് ഓഫ് വ്യൂ ആണ് കാണിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് കാണിക്കുന്നത് സാമാജിക് പാബന്ദിയോ കെ വിരുദ്ധ വിദ്രോഹ് ഏവം അപ്നി വിവശത. അതായത് ഈ സമൂഹത്തിലെ നിയന്ത്രണങ്ങളെ പ്രതി ഉള്ള ആ വിദ്രോഹവും അതുപോലെ തന്നെ നിസ്സഹായമായ അവസ്ഥയും. ഈ രണ്ടാമത്തെ പോയിന്റ് സിഗ്നിഫൈ ചെയ്യുന്ന 2 കാര്യങ്ങളാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാനൂനി വ്യവസ്ഥ ഉच्च കഹേ ജാനെ വാലെ ലോഗോ കെ അനുകൂൽ കാം കർത്തി ഹെ. അതായത് ഈ നിയമം ഉയർന്ന വർഗക്കാർ എന്ന് കരുതപ്പെടുന്നവരുടെ കൺട്രോളിലാണ്, അവരെ ഫേവർ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ऊंच नीच की भावनाओं को तोड़कर एक मन से काम करने से ही सामाजिक उन्नति संभव है. അപ്പോൾ ഈ ഊച്ച് നീച്ച് എന്നുള്ള ഈ ചിന്താഗതി വിട്ടിട്ട് അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് ഒന്നായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹത്തിലെ ഉന്നതി സാധ്യമാവുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗംഗി കെ ചരിത്ര पर टिप्पणी लिखें. ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക. प्रेमचंद की कहानी ठाकुर का कुआं का मुख्य पात्र है गंगी. उसका मन रिवाजी पाबंदियों पर विद्रोह करता है, मगर अपनी विवशता के कारण उसके विरुद्ध आवाज उठा नहीं पाती है. അതായത് പ്രേംചന്ദിന്റെ ഠാക്കൂർ കാ കുവ എന്ന് പറഞ്ഞ കഥയിലെ മുഖ്യ കഥാപാത്രമാണ് ഗംഗി. ഗംഗിയുടെ മനസ്സ് സമൂഹത്തിലെ എല്ലാ നിയന്ത്രണങ്ങളെ പ്രതിയും വിദ്രോഹം കാണിക്കുന്നു. പക്ഷേ തൻ്റെ നിസ്സഹായമായ അവസ്ഥ കാരണം അതിനെതിരെ ശബ്ദമുയർത്താനായിട്ട് ഗംഗിക്ക് കഴിയുന്നില്ല.
वह निम्न जाति की एक साधारण गृहिणी है, अपने പതി സംഗ് एक गरीब जीवन बिताती है. ഒരു ഗംഗി ഒരു സാധാരണ വീട്ടമ്മയാണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഭർത്താവിനോടൊപ്പം ഒരു വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ജീവിതമാണ് നയിക്കുന്നത്. उसका मानना है कि उच्च वर्ग के लोग उस गांव के निम्न वर्ग के लोगों का शोषण करते हैं और उन्हें कई सामाजिक कुरीतियों का शिकार बनाते हैं. ഗംഗിയുടെ അഭിപ്രായത്തിൽ ആ ഗ്രാമത്തിലെ ഉയർന്ന വർഗക്കാരെ താഴ്ന്ന വർഗക്കാരെ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അവരെ ഒരുപാട് സാമൂഹികമായ അനാചാരങ്ങളുടെ ഇരകളുമാക്കുന്നു. उसका पति जोखू बीमार है, वह बहुत प्यासा होता है लेकिन पीने के लिए केवल बदबूदार और गंदा पानी है. ഗംഗയുടെ ഭർത്താവ് ജോക്കു രോഗം പിടിപെട്ട് ഇരിക്കുകയാണ്. അപ്പം ജോക്കുവിനെ വല്ലാതെ ദാഹിക്കുന്നു. എന്നാൽ വീട്ടിലാണെങ്കിൽ ചീത്ത വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. गंगी कहती है कि यह गंदा पानी पीकर जोकू और बीमार होगा, इसलिए वह पानी पीने नहीं देती. ഗംഗി പറയുന്നു, ഈ ചീത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ജോക്കുവിന്റെ അസുഖം ഒന്നും കൂടെ കൂടും, അതുകൊണ്ട് അത് കുടിക്കാനായിട്ട് ഗംഗി സമ്മതിക്കുന്നില്ല. वह समाज की सारी पाबंदियों को तोड़कर अपने पति के लिए शुद्ध पानी ले आने का फैसला करती है. അതുകൊണ്ട് തന്നെ ജോക്കുവിന് വെള്ളം കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിലെ എല്ലാ റെസ്ട്രിക്ഷൻസും എല്ലാ തടസ്സങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ പോകുമെന്ന് തീരുമാനിക്കുകയാണ് ഗംഗി. रात के अंधेरे में वह पानी लेने ठाकुर के कुएं पर जाती है. उसके कथन ജാതി പ്രഥായ്ക്ക് പ്രതി ഉസ്കാ വിരോധ് ദിഖാത്തെ ഹെ. രാത്രിയിൽ ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഗംഗി പോവാണ്. ഗംഗിയുടെ സംസാരത്തിൽ നിന്നും ജാതി പ്രഥയോട് ഗംഗി യോജിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. जब वह सबसे छुपकर कुएं की जगत पर खड़ी होकर पानी भरती है तब उसे विजय का एहसास होता है, लेकिन एक क्षण में उसकी सारी मेहनत विफल हो जाती है. ठाकुर की नजर से बचने के लिए गंगी को मजबूरन वहां से भाग जाना पड़ता है. ഗംഗി ആരും കാണാതെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകുന്നു. ആ സമയത്ത് ഗംഗിക്ക് ഈ ഉയർന്ന വർഗക്കാരെ തോൽപ്പിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. എന്നാൽ ഗംഗിയുടെ എല്ലാ ഹാർഡ് വർക്കും ആ ഒറ്റ ഒരു നിമിഷത്തില് നശിക്കുകയാണ്. കാരണം ഠാക്കൂർ ഡോറ് തുറന്ന് കിണറിന്റെ അവിടേക്ക് ആരാണെന്ന് അവിടെയെന്ന് അന്വേഷിക്കാൻ വേണ്ടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗംഗി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധിതയാവുകയാണ്. ഗംഗി एक साहसी औरत है, अपने पति से बहुत प्यार करती है. ഗംഗി വളരെ ധൈര്യശാലിയായ ഒരു സ്ത്രീയാണ്. തന്റെ ഭർത്താവിനെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നു. जाति प्रथा से विद्रोह करती है मगर अपनी विवशता के कारण उसके प्रति कुछ कर नहीं पाती है. ഈ ജാതി വ്യവസ്ഥയെ എതിർക്കുന്നു, പക്ഷെ തന്റെ നിസ്സഹായമായ അവസ്ഥ കാരണം അതിനെതിരെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഗംഗി अपनों से प्रेम करने वाली, अपनों का ख्याल रखने वाली गृहिणियों का प्रतिनिधान करती है. ഗംഗി ഫാമിലിയെ സ്നേഹിക്കുന്ന, ഫാമിലിയെ കെയർ ചെയ്യുന്ന വീട്ടമ്മമാരുടെ ഒരു പ്രതിനിധിയാണ്. नेक्स्ट क्वेश्चन, जाति प्रथा एक अभिशाप है विषय पर आलेख तैयार करें और संगोष्ठी चलाएं. അതായത് ജാതി വ്യവസ്ഥ ഒരു ശാപമാണ് എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുക, അതിനെക്കുറിച്ച് ഒരു പ്രബന്ധം എഴുതുക. പ്രബന്ധത്തിന്റെ ഹെഡിങ് ആയിട്ട് ജാതി പ്രഥ ഏക് സാമാജിക് അഭിശാപ് എന്ന് കൊടുക്കുക. എന്നിട്ട് जाति प्रथा समाज के लिए वास्तव में एक अभिशाप है. इस विकट समस्या के कारण समाज में असमानता, एकाधिकार, दूसरों के प्रति घृणा आदि दोष उत्पन्न हो जाते हैं. അതായത് ഈ ജാതി വ്യവസ്ഥ സമൂഹത്തിലെ ഒരു ശാപം തന്നെയാണ്. ഈ പ്രശ്നം കാരണം സമൂഹത്തിലെ അസമാനത, ഇനീക്വാലിറ്റി, ഏകാധികാർ, അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രതി വെറുപ്പ്, ഇത്തരം ദോഷങ്ങൾ ഉണ്ടാവുന്നു. इसका सबसे बड़ा दोष छुआछूत की भावना है. इसके कारण समाज में कुछ लोगों को उच्च और कुछ लोगों को निम्न मानते हैं और निम्न जाति को अछूत माना जाता है. यह समाज की एकता को तोड़ देता है. ഇതിന്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് ചുവാച്ചൂത്ത്, അതായത് തൊട്ടുകൂടായ്മയാണ്. ഇത് കാരണം
ജാതി പ്രഥ കാരണം സമൂഹത്തിലെ വ്യക്തികളെ രണ്ടായി തിരിക്കുന്നു, ഉയർന്ന വർഗക്കാരും താഴ്ന്ന വർഗക്കാരുമായിട്ട്. ഉയർന്ന വർഗക്കാർക്ക് താഴ്ന്ന വർഗക്കാരെ തൊട്ടുകൂടാ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് സമൂഹത്തിന്റെ യൂണിറ്റിയെ തകർക്കുന്ന ഒന്നാണ്. जाति के नाम पर निम्न वर्ग के लोगों को कई प्रकार के शोषण झेलना पड़ता है. ഈ ജാതി പ്രഥയുടെ പേരിൽ താഴ്ന്ന വർഗക്കാർക്ക് ഒരുപാട് യാതനകൾ സഹിക്കേണ്ടതായിട്ട് വരുന്നു. उन्हें अपना जीवन आज़ादी से जीने का मौका नहीं मिलता. जीवन के हर मोड़ पर सामाजिक बाधाएं आती है. उनकी आज़ादी पर लगाम लगा दिया जाता है. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഒരു ഫ്രീഡം, ആസാദി ലഭിക്കുന്നില്ല. അവരുടെ ലൈഫ് ഫുള്ളായിട്ടും കൺട്രോൾ ചെയ്യപ്പെട്ട പോലെയാണ് ഉള്ളത്. उनके लिए कुछ भी करने के लिए कई सारी पाबंदियां होती है. निम्न वर्ग के लोगों द्वारा छुआ पानी पीना, उनका बना भोजन खाना, रास्ते में दूसरों के सामने पड़ना आदि बातों को बुरा समझा जाता है. അതായത് താഴ്ന്ന ജാതിക്കാര് തൊട്ടിട്ടുള്ള വെള്ളം കുടിക്കാൻ പാടില്ല, അതേപോലെ അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ മുന്നിൽ വരാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് റെഗുലേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. कई लोगों ने जाति प्रथा को समाप्त करने की कोशिश की है. भारत संविधान में जाति के आधार अवसर में भेदभाव करने पर रोक भी लगाई गई है. ഒരുപാട് പേര് ഈ ജാതി പ്രഥ നിർത്തലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജാതിനെ ബേസ് ചെയ്തിട്ടുള്ള വിവേചനങ്ങളെല്ലാം തന്നെ നിർത്തലാക്കണം എന്നുള്ള ഒരു ഉത്തരവുണ്ട്. पिछली कई सदियों से पिछड़ी रही कई जातियों के उत्थान के लिए आरक्षण की व्यवस्था की गई है. ഒരുപാട് കാലങ്ങളായിട്ട് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരുപാട് കാസ്റ്റിനെ ഉയർത്താൻ വേണ്ടിയിട്ട്, അവരുടെ ഉത്ഥാനത്തിന് വേണ്ടിയിട്ട് ആരക്ഷൺ, റിസർവേഷന്റെ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. निम्न वर्ग के लोगों को इससे कई फायदे हैं, लेकिन जहां जाति व्यवस्था कायम है वहां नीच जाति वालों को एक तरह से आरक्षण के नाम पर उनकी निम्नता की याद दिलाई जा रही है. റിസർവേഷൻ കൊണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് അഡ്വാൻറ്റേജ് എല്ലാം ഉണ്ട്. പക്ഷേ ജാതി പ്രഥ ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ റിസർവേഷൻ അവരുടെ നിമ്നത, അവർ താഴ്ന്ന ജാതിക്കാരാണ് എന്ന് കാണിക്കുന്ന ഒന്നായിട്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. असल में आरक्षण जहां पिछड़ी जातियों को अवसर दे रहा है वहीं वे उन्हें यह एहसास भी याद करवाता है कि वह उपेक्षित है. അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ കൂടിയിട്ടും അവർ ഉപേക്ഷിക്കപ്പെട്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ചിലയിടങ്ങളിൽ റിസർവേഷൻ ഉള്ളത്. कानूनी रोकथाम, शिक्षा में हुई उन्नति आदि के कारण जाति प्रथा में थोड़ी सी कमी जरूर आई है, लेकिन जाति प्रथा नए नए रूपों में अभी भी प्रचलित है. ഈ ജാതി പ്രഥയെ നിയമപരമായി നിരോധിച്ചതും അതുകൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ള ഉന്നതിയും ഈ ജാതി പ്രഥയെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്നാലും പലയിടങ്ങളിലും പുതിയ പുതിയ രൂപങ്ങളിൽ ജാതി പ്രഥ ഇന്നും നിലനിൽക്കുന്നു. വിശ്വവിദ്യാലയോं, शासक वर्ग और राजनीतिज्ञों आदि के बीच आज भी यह नए रूप में मौजूद है. യൂണിവേഴ്സിറ്റീസിൽ അതേപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ശാസക് വർഗം എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിന്റെ ഇടയിലും എല്ലാം ജാതി പ്രഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. अगर हम इसे सफल रूप से रोक न पाए तो हमारी सामाजिक उन्नति संभव नहीं है. നമ്മൾക്ക് ഇതിനെ പൂർണ്ണമായും നിരോധിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന്റെ പുരോഗമനം സാധ്യമല്ല. पर